അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞു. അപ്പം ആൾ നല്ല കരച്ചിലൊക്കെ കഴിഞ്ഞ് തൊളയിലിങ്ങനെ കിടക്കും കേട്ടോ. അപ്പോൾ പെയിൻ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പം ആളിങ്ങനെ കിടപ്പുണ്ട്. അപ്പം നമ്മളിവിടുത്തെ കഴിഞ്ഞു നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണം. അധികം നേരം നമ്മളെങ്ങനെ നിൽക്കുന്നില്ല. ഹായ് എവ്രി വൺ, വെൽക്കം ടു റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നോ? അപ്പം സുഖമായിട്ട് മാത്രമല്ല, എല്ലാവരും സേഫായിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെയും ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സേഫാണ്, ഹാപ്പിയാണ്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു റെസിപ്പി ആയിട്ടല്ല കേട്ടോ. അപ്പം ഇത്രയും നാളെ നിങ്ങളുടെ റെസിപ്പി അല്ലേ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പം ഞങ്ങളുടെ ചാനലിന്റെ പേര് റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്. അപ്പോൾ ഇത്രയും നാളും ഫുഡ് റെസിപ്പീസ് ആണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടി ഞങ്ങളുടെ ഒരു ചെറിയ ട്രാവൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു ഞങ്ങൾ. അപ്പൊ എന്ത് ട്രാവൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദൂരവോ കാഴ്ചകളോ ഒന്നും അല്ല, തെറ്റിദ്ധരിക്കേണ്ട. ഷോപ്പിങ്ങിനൊന്നും അല്ല കേട്ടോ പോകുന്നത്. അപ്പം ഈ ലോക്ക്ഡൌൺ വിചാരിച്ച് നിങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങുകയാണെന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട. അപ്പം ഞങ്ങൾ പോകുന്നത് വാക്സിനേഷന് വേണ്ടിയാണ്. അപ്പം മോന്റെ 15 മന്തിനുള്ള വാക്സിനേഷൻ ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് എന്തായാലും പോകാതിരിക്കാൻ പറ്റത്തില്ല, വാക്സിൻ എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾക്ക് ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പം കറക്റ്റ് എക്സാക്ട് ടൈം പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസത്തിന് ശേഷമാണ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുന്നത്. അപ്പം ഇതുവരെ നമ്മൾ ഫ്ലാറ്റ് ഇതേ റൂമിൽ തന്നെ ആയിരുന്നു, പുറത്തിറങ്ങിയിട്ടേ ഇല്ല. അപ്പം എന്താണ് സംഭവിക്കുന്നത് പോലും അറിയത്തില്ല. അപ്പം ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാം. ഒരു അവസരം കിട്ടിയപ്പോൾ ഒരു വീഡിയോയും കൂടെ ചെയ്യാം. അപ്പം നിങ്ങൾ എന്തായാലും റെസിപ്പിയൊക്കെ കണ്ടിരിക്കുമല്ലേ, നിങ്ങൾക്കൊരു ചേഞ്ച് ആവും. അപ്പോൾ വലിയ ലെങ്തുള്ള വീഡിയോ ഒന്നും അല്ലാതെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ്. അപ്പം നമ്മൾ പോകുന്ന വഴിയിൽ എന്തൊക്കെയുണ്ട് ജസ്റ്റ് ഒക്കെ ഒന്ന് കാണിക്കാം. എന്തൊക്കെയാണ് നമ്മുടെ മുംബൈയിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്തൊക്കെയൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ലോങ് വീഡിയോ ഒന്നും അത് എക്സ്പെക്ട് ചെയ്യേണ്ടായിരുന്നു. കാരണം നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ പുറത്തിറങ്ങിയാലും നമുക്ക് അധിക നേരം വീഡിയോസ് ഒന്നും ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല. കാരണം എക്സ്പോഷർ മാക്സിമം നമ്മൾ കുറയ്ക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ വീഡിയോ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണം. അപ്പം നിങ്ങൾക്കും അറിയാൻ പറ്റുമല്ലോ എന്താണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് നിങ്ങൾക്കും കാണാൻ പറ്റുമല്ലോ. അതിനായിട്ട് ചെയ്തേടോ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ എക്സാക്ട് ഇപ്പൊ 3 months ആയിട്ട് മാർച്ചിൽ ഞങ്ങൾ അകത്ത് കയറിയതാണ്. അപ്പം ഒരുപാടൊന്നും പുറത്തിറങ്ങിയിട്ടേ ഇല്ല. അപ്പൊ ഞാനും മോനും ഇതുവരെ ഇറങ്ങിയിട്ടേ ഇല്ല. ഹസ്ബൻഡ് ഇടയ്ക്ക് വെജിറ്റബിൾസും പാലും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഇറങ്ങുമായിരുന്നു. എന്നാൽ ഇപ്പം കുറെ ദിവസമായിട്ട് അതിനും ഇറങ്ങുന്നില്ല. കാരണം നിങ്ങൾ ന്യൂസിലൊക്കെ കാണുന്ന പോലെ തന്നെ ഭയങ്കര റേറ്റ് കൂടുതലാണ് ഇവിടെ. ഞങ്ങളപ്പോൾ മാക്സിമം വീട്ടിൽ തന്നെയാണ്. അപ്പം ഞങ്ങൾ ഇന്ന് പുറത്തിറങ്ങുകയാണ്. അപ്പം എന്താണെന്ന് അറിയത്തില്ല. നിങ്ങളെ പോലെ തന്നെ സെയിം സിറ്റുവേഷനാണ്, ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പം നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം. ഞങ്ങൾ എക്സാക്ട് മുംബൈയിൽ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മറോളിലാണ്. മറോൾ എല്ലാവരും കേട്ടിരിക്കാൻ വഴിയില്ല. പക്ഷെ മറോൾ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്തേരി ഈസ്റ്റിലാണ്. അപ്പം അന്തേരി എന്നുള്ളത് ഒരു മൂവി തന്നെയുണ്ട് നമുക്ക് മലയാളത്തിൽ. 2014 ശ്രീനിവാസൻ സാറിന്റെ അഭിനയിച്ച ഒരു മൂവിയുണ്ട്, ഒരു ഡ്രാമ ത്രില്ലർ, അന്തേരി എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. അപ്പൊ അത് കുറച്ചുപേരൊക്കെ കണ്ടിരിക്കാനും കേൾക്കാനും വഴിയുണ്ട്. അപ്പം ആ പേര് എനിക്ക് തോന്നുന്നു കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള പേരായിരിക്കും അന്തേരി. അപ്പൊ അന്തേരിനേക്കാളും കൂടുതൽ ഐ തിങ്ക് ധാരാവി ആയിരിക്കും എല്ലാവരും കേട്ടിരിക്കുന്നത് അല്ലെ. അപ്പം ഇപ്പൊ ന്യൂസിലൊക്കെ ഇഷ്ടംപോലെ കേൾക്കാൻ പറ്റും ധാരാവി കോവിഡ് കേസസ് കൂടുതലാണ്. അപ്പം അവിടെത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ചേരിയാണ് ധാരാവി എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ വീടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീടിന്റെ ഡോറ് തുറന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അടുത്ത വീടിന്റെ ഡോറാണ്. അതുപോലെ ഭയങ്കര ക്ലോസ് ആയിട്ടാണ് അവിടുത്തെ വീടൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സ്പ്രെഡ് ആവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണ് അവിടെ അത്രയും റിസ്ക് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് പറയുന്നത്. അപ്പം നമുക്ക് ധാരാവിയിലോട്ട് പോകാൻ വേണ്ടി ഇവിടുന്ന് ഒരു 40 kilometers ഉണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു സാഹചര്യത്തിൽ നമുക്ക് അധികം സമയം എടുക്കത്തില്ല. ഒരു 25 minutes ഒക്കെ എടുക്കത്തുള്ളൂ നമുക്ക് അവിടെ വരെ പോകാനായിട്ട്. എന്നാൽ അല്ലാത്ത മുംബൈയിലെ ഒരു പഴയ സ്ഥിതിയിലായിരുന്നെങ്കിൽ നമുക്ക് എത്ര സമയം എടുക്കുമെന്ന് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലാണ് ട്രാഫിക്. ഇപ്പം വണ്ടികളില്ല, ട്രാഫിക് ഇല്ല, അതുകൊണ്ട് നമുക്ക് 25 minutes മതി. അല്ലെങ്കിൽ നമുക്ക് അറിയത്തേ ഇല്ല എത്ര സമയം എടുക്കുമെന്ന്. കാര്യം അതുപോലെ ട്രാഫിക്കാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം മുംബൈയിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ മുംബൈയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എത്രത്തോളം ട്രാഫിക് ഉണ്ടെന്ന്. അതുപോലെ ട്രാഫിക്കാണ്. പിന്നെ നമ്മൾ പോകുന്ന വഴിയിൽ നമ്മുടെ ഹോസ്പിറ്റൽ തൊട്ടടുത്താണ്. അപ്പം നമ്മുടെ പോകുന്ന വഴിയിലാണ് നമ്മുടെ 7 Hills ഹോസ്പിറ്റൽ ഉള്ളത്. അപ്പം 7 Hills ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പരിചിതമായ ഒരു ഹോസ്പിറ്റലാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാര്യം നമ്മുടെ ന്യൂസിലൊക്കെ ഇപ്പം കേൾക്കുന്നുണ്ടായിരിക്കും, 7 Hills ഹോസ്പിറ്റലിനെ പറ്റി കേൾക്കുന്നുണ്ടായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുംബൈയിലെ ഒരു ഐസൊലേഷൻ ഹോസ്പിറ്റലാണ്, കോവിഡിന്റെ ഐസൊലേഷൻ ചെയ്യുന്ന ഹോസ്പിറ്റലാണ് 7 Hills ഹോസ്പിറ്റൽ.
അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് 50 ഡോക്ടേഴ്സും 100 നേഴ്സുമാരും വന്നിട്ടുണ്ട്. അവരും നമ്മുടെ സെവൻ ഹിൽസ് ഹോസ്പിറ്റലിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് ഡോക്ടേഴ്സും നഴ്സുമാരും ഒക്കെ എത്തിയിട്ടുണ്ട് നമ്മുടെ സെവൻ ഹിൽസ് ഹോസ്പിറ്റലിൽ. അപ്പം ശരിക്കും പറഞ്ഞാൽ അവരവരുടെ ലൈഫ് റിസ്ക് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അല്ലേ. അപ്പൊ അവരുടെ ഹെൽത്ത് ഒന്നും വകവെക്കാതെ അവരിവിടെ വന്ന് പേഷ്യൻസിനെ കെയർ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണത്. അപ്പൊ നമ്മൾ അതിന് താങ്ക്സ് പറയാൻ ഒരു നിർവാഹവും ഇല്ല കേട്ടോ. അവർക്ക് മാത്രമല്ല കോവിഡിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും പോലീസുകാരും മറ്റു അനവധി ആൾക്കാരുണ്ട്. അവർക്കെല്ലാം ഞാൻ ഈ സമയത്ത് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അവർക്ക് ശരിക്കും റെസ്പെക്ട് അർഹിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പം സ്വയം അവരുടെ ഹെൽത്ത് ഒന്നും വകവെക്കാതെ മറ്റുള്ളവരെ കെയർ ചെയ്യാനും മറ്റുള്ളവരെ സംരക്ഷിക്കാനും കാണിക്കുന്ന മനസ്സുണ്ടല്ലോ, റിയലി നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണം. അപ്പം അത് മാത്രമല്ല നമ്മുടെ സെവൻ ഹിൽസ് ഹോസ്പിറ്റലിൽ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. എന്താണെന്നറിയോ, നമ്മുടെ ഐശ്വര്യ റായുടെ ഡെലിവറി നടന്ന ഹോസ്പിറ്റലാണ് നമ്മുടെ സെവൻ ഹിൽസ് ഹോസ്പിറ്റൽ. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന വഴി ഞാൻ കാണിച്ചു തരാം. അപ്പൊ റോഡ് സൈഡിൽ തന്നെയാണ്, പക്ഷെ റോഡ് സൈഡിലാണ് എൻട്രൻസ് എങ്കിലും കുറച്ച് ഉള്ളിലോട്ടാണ് നമ്മുടെ ഹോസ്പിറ്റൽ സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എൻട്രൻസ് ഒക്കെ കാണാൻ പറ്റും. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞങ്ങളെല്ലാം റെഡിയാണ് കേട്ടോ. ഞങ്ങളെല്ലാം പാക്ക് ചെയ്തെല്ലാം വെച്ചേക്കുവാണ്. അപ്പം അതിനെ കൊടുത്ത് തന്നെ മാസ്കും സാനിറ്റൈസറും എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. സേഫ്റ്റി മെഷേഴ്സും പ്രിക്കോഷൻസും എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം മാസ്ക് എടുത്തിട്ടുണ്ട്, സാനിറ്റൈസർ എടുത്തിട്ടുണ്ട്. അപ്പം കുഞ്ഞിന് നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നത് അത്ര സേഫ് അല്ല. അപ്പം അവരെടുക്കുകയും വലിച്ചു കളയൊക്കെ ചെയ്യില്ല. അപ്പൊ ഞാനൊരു ടവൽ അല്ലെങ്കിൽ നമ്മുടെ ഷോൾ വെച്ച് ഞാൻ കവർ ചെയ്തിട്ടാണ് മോനെ കൊണ്ടുപോകുന്നത്. പോകുന്നതിന് മുമ്പ് ഞാൻ ഒരാളെ കൂടെ പരിചയപ്പെടുത്തി തരാം. ഞങ്ങളുടെ വാവനെ പരിചയപ്പെടുത്താം കേട്ടോ. അപ്പൊ ഇത്രയും നാളും നിങ്ങൾ എന്നെ മാത്രമല്ലേ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ വാവ. പേര് ഇവാൻ എന്നാണ് കേട്ടോ, ഇവാൻ. അപ്പൊ ഇടയ്ക്ക് നിങ്ങൾ വീഡിയോയുടെ ഇടയ്ക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. ഇവന്റെ സൗണ്ട് ഇടയ്ക്ക് കേൾക്കാൻ പറ്റും. ഇവനെ മാറ്റി നിർത്തിക്കൊണ്ട് പണി ചെയ്യുന്ന ഇത്തിരി പാടുള്ള കാര്യമാണ്. അതാണെങ്കിലും ഇവൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, ശരിക്കും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പം കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവന് വാക്സിൻ എടുക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പം ആള് കുഴപ്പമില്ലാത്ത മൂഡിലാണ്. ഇനി എന്താവുമെന്ന് അറിയത്തില്ല. ഇഞ്ചക്ഷൻ എടുത്തു കഴിയുമ്പം ആളുടെ മൂഡ് മൊത്തത്തിൽ മാറുന്ന ലക്ഷണമാണ്. അപ്പോ നമുക്ക് പോയാലോ. ഇത് നമ്മുടെ മെയിൻ എൻട്രൻസ് ആണ് കേട്ടോ. പക്ഷേ എൻട്രൻസ് ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. എനിക്ക് തോന്നുന്നു വണ്ടിയൊന്നും കടത്തി വിടുന്നില്ല എന്ന് തോന്നുന്നു. അകത്തോട്ടും പുറത്തോട്ടൊന്നും വണ്ടി കടത്തി വിടുന്നില്ല. സോ എൻട്രൻസ് ക്ലോസ് ആയിട്ട് കിടക്കുവാണ്. അപ്പോൾ നമുക്കിനി വേറെ വഴി കൂടെ വേണം പുറത്തിറങ്ങാൻ. അപ്പോൾ നമുക്ക് വേറെ വഴി കൂടെ നമുക്ക് റോഡിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ സെൻറ്റ് വിൻസെൻറ്റ് പാലൂട്ടി ചർച്ച്. നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു ചർച്ചാണ് കേട്ടോ. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1980s സ്റ്റാർട്ടായ ഒരു ചർച്ചാണിത്. അപ്പം ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലാംഗ്വേജസിലും ഉള്ള നമ്മുടെ മാസസ് കുർബാനയുണ്ട് ഇവിടെ. എല്ലാ ലാംഗ്വേജ് എന്ന് പറയുമ്പം തമിഴുണ്ട്, ഹിന്ദിയുണ്ട്, ഇംഗ്ലീഷുണ്ട്, അതുപോലെ തന്നെ മലയാളം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അധികം ദൂരമൊന്നുമില്ല, ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ ഈ ചർച്ച് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ മാർക്കറ്റ്. അപ്പോൾ ഞങ്ങളുടെ മാർക്കറ്റാണിത്. പക്ഷേ ശരിക്കും മാർക്കറ്റിൻ്റെ ഒരു ഫീലില്ല. കാരണം നമ്മുടെ കോവിഡ് കാരണമാണ് ഇപ്പോൾ ഇവിടെ ഭയങ്കര എംപ്റ്റി ആയിട്ട് കിടക്കുന്നത്. അതല്ലെങ്കിൽ ഇവിടെ ഫുള്ള് കടകളും പുറത്ത് വെജിറ്റബിൾസും ഭയങ്കര തിരക്കായിരിക്കും. നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ തിരക്കായിരിക്കും. ഇവിടെ ട്രാഫിക്കും ഭയങ്കര ബഹളമായിരിക്കും. എന്നാൽ ഇവിടെ ഇപ്പം വളരെ തിരക്ക് കുറവാണ്. ഷോപ്പുകളൊന്നും അധികം ഇല്ല. ഇതേ കടകൾ കണ്ടു. ഇവിടെ മുഴുവൻ പച്ചക്കറികളായിരുന്നു നേരത്തെ. എന്നാൽ ഇവിടെ ഒന്നുമില്ല. ഇപ്പം ഫ്രൂട്ട്സും ഇല്ല, പച്ചക്കറികളും ഒന്നും കാണാനില്ല ഇവിടെ. അപ്പോൾ വളരെ എംപ്റ്റി ആയിട്ട് തോന്നുന്നു. ഭയങ്കര ഒരു എംപ്റ്റി ഫീലാണ് കേട്ടോ. പിന്നെ നമുക്കിവിടെ ഒരു മലയാളി ഷോപ്പുണ്ട്. അപ്പോൾ നമ്മൾ മലയാളികൾ ഉള്ളിടത്തെല്ലാം ഒരു മലയാളി ഷോപ്പ് കാണുമല്ലോ അല്ലേ. അപ്പോൾ മലയാളി ഷോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏത്തയ്ക്ക, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കായം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഉണ്ണിയപ്പം പിന്നില്ലാത്ത എന്ത് മലയാളികളല്ലേ. അപ്പം നമ്മുടെ മലയാളികൾക്ക് ഒരു വീക്ക്നെസ് ആണല്ലോ നമ്മുടെ ഫുഡെന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ എവിടെ പോയാലും കണ്ടുപിടിക്കുവേ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു 2 മലയാളി ഷോപ്പുകളുണ്ട്. പക്ഷെ അതിപ്പം 3 മാസമായിട്ട് അടഞ്ഞു കിടക്കുവാണ്. അപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടാൻ ഒരു വഴിയില്ല. എല്ലാം ക്ലോസ്ഡ് ആണ്.
സോ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നില്ല, ഭയങ്കര എം ടി ഫീലിംഗ് ആണ്. ഇതാണ് നമ്മുടെ 7 ഹിൽസ് ഹോസ്പിറ്റൽ. അപ്പം ഇവിടെ ഇപ്പം എന്തൊക്കെയാ ഇതിൽ കുറേ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. നേരത്തെ ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മുടെ ഈ കോവിഡ് ഐസൊലേഷൻ നടക്കുന്ന ഹോസ്പിറ്റൽ ഇതാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള ഡോക്ടേഴ്സും നഴ്സസും എല്ലാം ഇവിടെയാണുള്ളത്. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് വേണമാണ് നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോകേണ്ടത്. സോ ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ സാക്കിനാക്ക എന്ന് പറഞ്ഞ സ്ഥലം. സാക്കിനാക്ക ഒട്ടുമിക്ക മുംബൈ വന്നിട്ടുള്ള എല്ലാ മലയാളീസിനും അറിയാവുന്ന ഒരു സ്ഥലമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൾഫിലൊക്കെ പണ്ട് പോകണമെങ്കിൽ സാക്കിനാക്ക, എല്ലാവരും കൂടുതൽ സാക്കിനാക്ക വന്നിട്ടാണ് സ്റ്റേ ചെയ്തത്. കൂടുതലും മലയാളികളുള്ളൊരു സ്ഥലമാണ് നമ്മുടെ സാക്കിനാക്ക എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും പരിചിതമായ ഒരു സ്ഥലമാണ് സാക്കിനാക്ക. അതുപോലെ തന്നെ നമ്മുടെ എയർപോർട്ട്, മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ നമുക്ക് ഇവിടെ നിന്ന്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പോകുന്ന അതാണ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റൽ എത്താറായിട്ടുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പം വണ്ടിയിലിരുന്ന് കാറ്റടിച്ചിട്ട് മോൻ ഉറങ്ങി. ഞങ്ങൾ കയറി പോവാണ്. അപ്പം ഒരാളെ മാത്രമേ ഹോസ്പിറ്റലിൽ കയറ്റിയിട്ടുള്ളൂ കേട്ടോ. 2 പേർക്കൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പം ഞാനാണ് മോനെ കൊണ്ട് പോകുന്നത്. അപ്പം ഞങ്ങൾ വാക്സിൻ എടുത്തിട്ട് വരാം കേട്ടോ. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുള്ളതുകൊണ്ട് കറക്റ്റ് സമയമായിരുന്നു. ആളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞു. അപ്പം ആൾ നല്ല കരച്ചിലൊക്കെ കഴിഞ്ഞ് തൊളയിലിങ്ങനെ കിടക്കും കേട്ടോ. അപ്പോൾ പെയിൻ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പം ആളിങ്ങനെ കിടപ്പുണ്ട്. അപ്പം നമ്മളിവിടുത്തെ കഴിഞ്ഞു നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണം. അധികം നേരം നമ്മളിങ്ങനെ നിൽക്കുന്നില്ല. ജസ്റ്റ് ഫാർമസിയിലൊന്ന് കയറി. നമ്മൾ തൊട്ടടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു, അവിടെ ജസ്റ്റ് ഒന്ന് കയറി. അപ്പം കയറുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടെമ്പറേച്ചറും ചെക്ക് ചെയ്ത് സാനിറ്റൈസറും ഇട്ടിട്ട് നമ്മളെ അകത്തേക്ക് കയറ്റി വിടത്തുള്ളൂ. അതുകൊണ്ട് അതൊക്കെ അവർ സേഫ്റ്റി നോക്കുന്നുണ്ട് നമുക്കിവിടെ. പിന്നെ ഫാർമസിയിലൊന്ന് കയറി. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അല്ല കേട്ടോ മുംബൈയിലെ ശരിക്കും ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി നടക്കാനേ പറ്റത്തില്ല, അതുപോലെ തിരക്കായിരിക്കും. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, ഭയങ്കര എം ജി ആയിട്ട് കിടക്കുവാണ്, ആൾക്കാരൊന്നും അധികം ഇല്ല. മിലിറ്ററി റോഡെന്നാണ് ഈ റോഡിന് പറയുന്നത്.
എല്ലാം അടഞ്ഞു തന്നെ കിടക്കുകയാണ്. കോമ്പൗണ്ടിനകത്ത് കയറി. ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. അപ്പം എൻഡിങ് കൂടെ എടുത്തിട്ട് മേളിലോട്ട് പോകാമെന്ന് കരുതി, വീട്ടിലോട്ട് പോകാമെന്ന് കരുതി. കാര്യം ചെന്ന് കഴിഞ്ഞ് നമുക്ക് ഫ്രഷപ്പ് ആവണമല്ലോ. അപ്പം പുറത്ത് പോയത് കാരണം ഫ്രഷപ്പ് ആവണം. അപ്പോൾ ഇവൻ്റെ മൂഡ് ഇനി എന്താവുമെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മാസ്കും എല്ലാം ഇട്ടിട്ട് തന്നെയാണ് പോയത്. അപ്പം അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം വീട്ടിൽ തന്നെ ഇരിക്കുക, സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യണം. അപ്പം അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം പുറത്തിറങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ അഥവാ ഇറങ്ങുവാണെങ്കിലും നിങ്ങളുടെ മാസ്കും സാനിറ്റൈസറും എല്ലാം എടുത്തിട്ട് വേണം പുറത്തിറങ്ങാൻ. അപ്പോൾ മോൻ വഴക്കിട്ട് കിട്ടും, അതുകൊണ്ട് മോനെ ഹസ്ബൻഡ് എടുത്തു. അപ്പം അവൻ ഫുൾ ഡിസ്റ്റർബ്ഡ് ആണ്. അല്ലെങ്കിൽ നല്ല ഹായ് ബൈ ഒക്കെ പറഞ്ഞ് നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നതാണ്. ഇന്ന് ഇഞ്ചക്ഷൻ എടുത്ത കാരണം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ സേഫായിട്ടിരിക്കുക കേട്ടോ. എല്ലാവരും ഇരിക്കുന്നിടത്ത് സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നുണ്ട്. ഇനി ഇതുപോലത്തെ നല്ല വീഡിയോസൊക്കെ ചെയ്യാം. നമ്മുടെ ഈ സിറ്റുവേഷനൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് മുംബൈ മൊത്തം കറങ്ങാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങൾ പോകുന്നിടത്തെല്ലാം കൊണ്ടുപോകും, വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരെ ബൈ.